മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട തിരക്കിട്ട ചർച്ചകൾ നേതാക്കൾ തമ്മിൽ ചൂടുപിടിച്ച ചർച്ചകൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ആർ ശ്രീജിത്ത് നമ്മോടൊപ്പം തുടരുന്നുണ്ട്. നിലവിൽ കോൺഗ്രസിൽ നിന്നും 5 പേർ മന്ത്രിമാരാകുമെന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ ഉറപ്പായിരിക്കുന്നു. ആ വിവരങ്ങളാണ് ഇടവേളയ്ക്ക് മുൻപേ ആർ ശ്രീജിത്ത് പങ്കുവെച്ചുകൊണ്ടിരുന്നത്. ഇനിയും 6 പേർ കൂടി വേണം. അത് സാമുദായിക പരിഗണനകളെല്ലാം അത്തരം പരിഗണനകളെല്ലാം നോക്കിക്കൊണ്ടായിരിക്കും മന്ത്രിസഭയിൽ ഈ കോൺഗ്രസ് അംഗങ്ങൾ ആരൊക്കെയാണ് എന്ന് ഇനിയും തീരുമാനിക്കുക. ശ്രീജിത്ത്, ആ നിലയിൽ എപ്പോഴേക്ക് ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനമുണ്ടാവും? അമൽ, ഇന്ന് ഉണ്ടാകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനങ്ങളെല്ലാം ഇന്ന് തന്നെ സംഭവിക്കണം. കാരണം ഇന്ന് രാത്രി കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ അംഗീകാരത്തിനായി മന്ത്രിമാരുടെ പട്ടിക അയക്കണമെന്നാണ് കേരളത്തിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി KPCC നേതൃത്വത്തിന് നൽകിയിരിക്കുന്ന നിർദ്ദേശം. അതായത് ചർച്ചകൾ നീട്ടിക്കൊണ്ടു പോകാൻ പാടില്ല, ഹൈക്കമാൻഡിന്റെ അംഗീകാരത്തോടുകൂടി മന്ത്രിമാരെ പ്രഖ്യാപിക്കുന്നതാണ് കോൺഗ്രസിലെ കീഴ്വഴക്കം, സംഘടനാ രീതി. അപ്പോൾ അതിനപ്പുറത്തേക്ക് കടന്നുള്ള ഒരു മാറ്റം സാധ്യമല്ലാത്തതുകൊണ്ട് ഇന്ന് രാത്രിയോട് കൂടി കോൺഗ്രസ് ഹൈക്കമാൻഡിനുള്ള പട്ടിക കൈമാറേണ്ടിയിരിക്കുന്നു. ചർച്ചകൾ അതിവേഗം പൂർത്തിയാക്കണം. ഇപ്പോൾ ഉറപ്പായ മന്ത്രിമാരിൽ നിന്ന് ഒഴിച്ചാൽ ബാക്കിയുള്ള 6 പേരുടെ കാര്യത്തിലാണ് ഇനി ചർച്ചകൾ അതിവേഗം നടന്നുകൊണ്ടിരിക്കുന്നത്. ഘടകകക്ഷികളുമായുള്ള ചർച്ചയ്ക്ക് സമാന്തരമായി തന്നെ കോൺഗ്രസിലെ ചർച്ചകളും നടക്കുന്നുണ്ട്. കാരണം കോൺഗ്രസിലെ ചർച്ചകളും വകുപ്പ് വീതം വെക്കലും കൂടി സാധ്യമാകുമ്പോഴാണ് ഈ മറ്റുള്ളവരുമായിട്ടുള്ള ചർച്ച വേഗത്തിൽ പൂർത്തിയാകുക. ഇപ്പോൾ നമുക്ക് പുറത്തു വരുന്ന ഏറ്റവും പുതിയൊരു വിവരം, അനൂപ് ജേക്കബ് 2ാം തവണ ഇവിടെ UDF ചെയർമാനും നിയുക്ത മുഖ്യമന്ത്രിയുമായ VD സതീശനെ കണ്ടു പുറത്തു പോകുമ്പോഴും മന്ത്രിസ്ഥാനവുമായി ബന്ധപ്പെട്ട ഒരു ഉറച്ച തീരുമാനം അവർക്ക് ലഭിച്ചിട്ടില്ല എന്നതാണ് ഏറ്റവും പുതിയ വിവരം. വൈകുന്നേരം പറയാം എന്നുള്ളൊരു മറുപടി നേതൃത്വത്തിന് ലഭിച്ചു എന്നാണ് നമുക്ക് അനൂപ് ജേക്കബുമായി ബന്ധപ്പെട്ട വൃത്തങ്ങളിൽ നിന്ന് അറിയാൻ കഴിയുന്നത്. അതായത് ടേം വ്യവസ്ഥയിലേക്കോ അല്ലെങ്കിൽ മറ്റ് എന്തെങ്കിലും ഒരു തീരുമാനത്തിലേക്കോ നേതൃത്വം പോകുകയാണോ എന്ന തരത്തിലൊരു ആശങ്ക അനൂപ് ജേക്കബിന്റെ പാർട്ടിക്കകത്തുണ്ട്. എങ്കിൽ പോലും അത് സ്ഥിരീകരിക്കാവുന്ന ഘട്ടമായിട്ടില്ല. ഒറ്റ MLA-മാരുള്ള 3 പാർട്ടികളുണ്ട്. അതിലൊന്നാണ് അനൂപ് ജേക്കബിൻ്റേത്, മറ്റൊന്ന് മാണി സി കാപ്പനാണ്, അതിനപ്പുറത്തേക്കുള്ളത് CP ജോണാണ്. അപ്പോൾ ഈ 3 പേർക്ക് മന്ത്രിസ്ഥാനം നൽകുന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോകണോ അതോ മറ്റ് തരത്തിലുള്ള ചർച്ചകൾ വേണോ എന്ന തരത്തിലുള്ള ആലോചനകൾ ഒരുപക്ഷെ നടക്കുന്നുണ്ടാകാം. വൈകുന്നേരം തീരുമാനം പറയാം എന്നുള്ളൊരു നിലപാടിലേക്ക് വരുന്നത്. എങ്കിലും പിറവത്തു നിന്ന് വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ച ആളാണ്. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തും മന്ത്രിസഭാ അംഗമായിരുന്നു. അന്ന് TM ജേക്കബിന്റെ നിര്യാണത്തെ തുടർന്നാണ് അദ്ദേഹം സിവിൽ സപ്ലൈസ് മന്ത്രിയായത്. അപ്പോൾ പാരമ്പര്യം ഉള്ള നേതാവാണ്. അതുകൊണ്ട് എന്താണ് കോൺഗ്രസിന്റെ UDFന്റെ തീരുമാനമെന്നത് നമുക്ക് വൈകുന്നേരം മാത്രമേ അറിയാൻ കഴിയൂ. ശ്രീതൊപ്പം തന്നെ ജോസഫ് വിഭാഗത്തിന്റെ നിലപാട് അതും പ്രധാനമാണല്ലോ. ഒരു മന്ത്രിസ്ഥാനമാണ് നിലവിൽ കോൺഗ്രസ് ഓഫർ ചെയ്തിരിക്കുന്നത്. പക്ഷേ 2 തന്നെ വേണം എന്നുള്ള നിലപാടിൽ അവർ ഉറച്ചു നിൽക്കുന്നുണ്ട്. PJ ജോസഫ് മുൻപ് നൽകിയ പ്രതികരണത്തിലും അത് വ്യക്തവുമാണ്. പക്ഷെ അങ്ങനെ വരുമ്പോൾ വീണ്ടും ഈ ഇക്വേഷൻസ് തെറ്റാനുള്ള സാധ്യതയുണ്ട്. നിലവിൽ കോൺഗ്രസ് പോകുന്ന കണക്കുകൂട്ടലുകളിൽ തന്നെ മുന്നോട്ട് പോയാൽ ഒരുപക്ഷെ PJ ജോസഫ് വിഭാഗത്തിനും ഒരു മന്ത്രിസ്ഥാനമാണ്. അതിന് അവർ വഴങ്ങിയില്ല എങ്കിൽ എങ്ങനെയായിരിക്കും പിന്നീടുള്ള അനുനയ നീക്കങ്ങൾ? അസിത, നമ്മൾ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള ഒരു സാഹചര്യം കൂടി ഒന്ന് ആലോചിച്ചാൽ ഇതിന് വേഗത്തിലൊരു ഉത്തരം കിട്ടും. 10 സീറ്റ് വേണമെന്ന കർശനമായ നിലപാടിലായിരുന്നു കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന്റെ ചെയർമാനായ PJ ജോസഫ്. എന്നാൽ അവർ 8 സീറ്റ് എന്ന കോൺഗ്രസിന്റെ ആവശ്യത്തിന് മുന്നിൽ വഴങ്ങി. കുട്ടനാട്, കാഞ്ഞിരപ്പള്ളി തുടങ്ങിയ സീറ്റുകളൊക്കെ വിട്ടുകൊടുക്കണമെന്നുള്ള ആവശ്യങ്ങളൊക്കെ വന്ന ഘട്ടത്തിൽ ആദ്യഘട്ടം അതിനോട് കുട്ടനാടിന്റെ കാര്യത്തിൽ അവർ വിയോജിപ്പ് അറിയിച്ചു. എന്നാൽ മറ്റ് 2 ഏറ്റുമാനൂർ സീറ്റുകളും വിട്ടുകൊടുക്കാനുള്ള നിലയിലേക്ക് വന്നു. അങ്ങനെയാണ് നാട്ടകം സുരേഷ് ഏറ്റുമാനൂരിൽ മത്സരിക്കുന്നത്. അപ്പോൾ 10 സീറ്റ് എന്നുള്ള ആവശ്യത്തിൽ നിന്ന് PJ ജോസഫിനെ അനുനയിപ്പിച്ച് 8 സീറ്റിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു. ഇപ്പോൾ 8 സീറ്റിൽ മത്സരിച്ച കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് 7 സീറ്റുണ്ട്. കോൺഗ്രസും ലീഗും കഴിഞ്ഞാൽ മുന്നണിയിലെ 3ാമത്തെ വലിയ കക്ഷിയാണ്. അവർക്ക് ഒരു മന്ത്രിസ്ഥാനവും ഡെപ്യൂട്ടി സ്പീക്കർ പദവിയും നൽകി അവരെ സമാധാനിപ്പിക്കാനും അവരെ ആശ്വസിപ്പിക്കാനുമുള്ള നീക്കമാണ് UDFന്റെ നേതൃത്വത്തിൽ നിന്ന് നിയുക്ത മുഖ്യമന്ത്രി VD സതീശനും UDF കൺവീനർ അടൂർ പ്രകാശും ഒക്കെ നടത്താൻ പോകുന്നത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. കാരണം 2 മന്ത്രിസ്ഥാനം എന്നുള്ളത് പ്രായോഗികമല്ല. 21 മന്ത്രിസഭയിൽ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് വന്നാൽ മറ്റ് ആളുകൾക്ക്, ഒറ്റ MLA-മാരൊക്കെയുള്ള ആളുകൾക്ക് മന്ത്രിയാകാൻ കഴിയാതെ പോകുന്ന, അത്തരം പാർട്ടികൾക്ക് മന്ത്രിയാവാൻ കഴിയാതെ പോകുന്ന സാഹചര്യം വരും. ഇതെല്ലാം കൂടി പരിഗണിച്ച് ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകണം. മറ്റ് പരിഗണനകൾ ഉണ്ടാകാം. ബോർഡ്, കോർപ്പറേഷൻ പദവികൾ വീതം വെക്കുമ്പോഴൊക്കെ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തോട് അനുകൂലമായൊരു സമീപനം കാട്ടും എന്ന ഉറപ്പായിരിക്കും അദ്ദേഹത്തിന് നൽകാൻ. ഇതിനോടൊപ്പം ഡെപ്യൂട്ടി സ്പീക്കർ, അതോടൊപ്പം തന്നെ മന്ത്രിസ്ഥാനം, മറ്റ് ബോർഡ്, കോർപ്പറേഷൻ വീതം വെപ്പിൽ കാര്യമായ പരിഗണന, ഈ ഒരു സമാശ്വാസമായിരിക്കും അദ്ദേഹത്തിന് മുന്നിൽ വെക്കാൻ പോകുന്നതെന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ നൽകാൻ കഴിയുന്ന വിവരം.
ശ്രീജിത്ത് നേരത്തെ പറഞ്ഞു ഇപ്പൊ അനൂപ് ജേക്കബിന് മന്ത്രിസ്ഥാനം ഉറപ്പായിട്ടില്ല, അക്കാര്യത്തിൽ ഇപ്പോഴും തീരുമാനമായിട്ടില്ല എന്നൊരു കാര്യം നമ്മളിപ്പോൾ ശ്രീജിത്ത് പങ്കുവച്ചിരുന്നു. പക്ഷെ നേരത്തെ പറഞ്ഞിരുന്നത് ചെറിയ കക്ഷികൾക്കടക്കം ടേം വ്യവസ്ഥ ഇല്ലാതെ തന്നെ 5 വർഷവും അവർ മന്ത്രിസ്ഥാനത്തുണ്ടാവും എന്നുള്ള നിലയിലായിരുന്നല്ലോ ആദ്യഘട്ടത്തിൽ ചില ചർച്ചകൾ. പക്ഷെ ഇപ്പോൾ അങ്ങനല്ല, ചില ടേം വ്യവസ്ഥയിലേക്ക് പോകേണ്ടി വരുമെന്നുള്ള ചില സൂചനകൾ വരുന്നു. അത്തരമൊരു സാഹചര്യം എന്താണ്? അമൽ, ഈ രാഷ്ട്രീയമാണ്. ചർച്ചകൾ പല ദിശയിലേക്ക് പല ഫാക്ടേഴ്സ് അടിസ്ഥാനമായി തീരുമാനങ്ങൾ മാറാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോഴും അനൂപ് ജേക്കബിന് മന്ത്രിസ്ഥാനമില്ല, അല്ലെങ്കിൽ അനൂപ് ജേക്കബിനൊരു ടേം വ്യവസ്ഥയാണ് എന്നൊരു തീരുമാനം അത് സ്ഥിരീകരിച്ച് പറയാവുന്ന ഒരു സാഹചര്യം ഇനിയും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പോഴും അനൂപ് ജേക്കബിന് മന്ത്രിസ്ഥാനമുണ്ടോ, ടേം വ്യവസ്ഥയാണോ, മാണി സി കാപ്പനും ഒക്കെ ടേമാണോ എന്ന് പറയാൻ കഴിയുന്ന സാഹചര്യമില്ല. UDF-ലെ ഉഭയകക്ഷി ചർച്ചകൾ പുരോഗമിച്ച് അതിന്റെ പരിസമാപ്തിയിലേക്ക് എത്തുമ്പോഴാണ് നമുക്ക് അതുമായി ബന്ധപ്പെട്ട കൃത്യമായ വിവരങ്ങൾ നൽകാൻ കഴിയുന്നത്. CMP, അനൂപ് ജേക്കബ്, അതോടൊപ്പം തന്നെ മാണി സി കാപ്പൻ എന്നിവരുടെ പാർട്ടികളുണ്ട്. ഒപ്പം UDF-നെ പുറത്തുനിന്ന് പിന്തുണയ്ക്കുന്ന KK രമയുടെ RMP ഉണ്ട്. ഇവർക്കെല്ലാം ഉള്ള ഒരു പരിഗണന എങ്ങനെയാണ് എന്ന കാര്യത്തിൽ ഒരു തീരുമാനം അതിന്റെ അവസാന ഘട്ടത്തിലായിരിക്കും വരിക. അപ്പോൾ രാഷ്ട്രീയമാണ്. ചർച്ചകൾ പല ദിശയിലേക്ക് നീങ്ങും, പല ഘടകങ്ങളും ചർച്ചകളെ സ്വാധീനിക്കും. അത്തരം കാര്യങ്ങൾ വരുമ്പോൾ എങ്ങനെയാണ് ഈ തീരുമാനം ഉണ്ടാകുക എന്ന് നമ്മൾ കാത്തിരുന്ന് തന്നെ കാണണം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.